സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ഇത് വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 26-ാമത്തെ ദിവസമാണ് അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ 27, 28, 29 ഇനി ഏത് ദിവസം, അതായത് ദുൽഹിജ്ജ മാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് നമ്മളിൽ ഉള്ളത്. ഒരു വർഷം നമ്മളോട് വിട പറയുകയാണ്. അപ്പോൾ ഇനിയുള്ള ഏത് ദിവസം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന, ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. വേറൊന്നുമല്ല, തൗബയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് തൗബയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വർഷം നമ്മളോട് വിട പറയുന്നു. ഒരുപാട് തെറ്റിനാണ് നിങ്ങൾ ചെയ്തു പോയി, എല്ലാം അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് തൗബ ചെയ്യണം. ഇനി വരുന്ന വർഷം ഒരു തെറ്റുകൾ ചെയ്യാത്ത നല്ല ഒരു ജീവിതം, നല്ല ഒരു ഖൈറായ ഒരു ജീവിതം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. മാത്രമല്ല മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി ആഖിബത്ത് നന്നായി നമുക്ക് മരിക്കാൻ പറ്റണം. അതിനുവേണ്ടിയുള്ള തൗബയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല തൗബ ചെയ്യുന്നതിന് മുമ്പ് 4 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഇനിയുള്ള നമ്മുടെ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നു. അവസാനം വരെ കേൾക്കണേ. അവസാനം നമ്മൾ ചെറിയൊരു ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കട്ടെ. മറ്റുള്ളവർക്കും ഈ തൗബയുടെ ഈ പുണ്യമായ മജ്ലിസ് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല നമ്മളെല്ലാവരെയും തൗബ ചെയ്യുന്ന യഥാർത്ഥ അടിമകളിൽ, സ്വർഗ്ഗം കിട്ടുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. സ്നേഹ ബഹുമാന ആദരവ് നിറഞ്ഞ, പ്രിയം നിറഞ്ഞ നമ്മുടെ ക്ലാസ്സുകൾ സ്ഥിരമായി കേൾക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു തആല സഫലീകരിച്ച് തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഉസ്താദേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളാണ്, മക്കൾ തമ്മിൽ ഭയങ്കര വഴക്കാണ്, അതുപോലെ തന്നെ അയൽവാസികൾ ഭയങ്കര പ്രശ്നമാണ്, ഇങ്ങനെ കുടുംബാദികൾ പലരും പല പിണക്കത്തിലാണ്, ഇങ്ങനെ കുടുംബപരമായ ഒരുപാട് പ്രശ്നത്തിലും പ്രയാസത്തിലും, ഭാര്യ ഭർത്താക്കന്മാർ പ്രശ്നത്തിലാണ്, മക്കൾ തമ്മിൽ ഭയങ്കര പ്രയാസത്തിൽ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ദുആ വസിയത്ത് പറയുന്ന നിരവധി ആളുകളുണ്ട്. അല്ലാഹു തആല ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട്, വരാനിരിക്കുന്ന മുഹറം മാസത്തിൻ്റെയൊക്കെ ഹക്ക് കൊണ്ട് അല്ലാഹു തആല നമ്മുടെയൊക്കെ ബന്ധങ്ങൾ വളരെയധികം സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരുമാറാവട്ടെ. നമ്മുടെയൊക്കെ മനസ്സിൻ്റെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 26-ാമത്തെ ദിവസത്തിലാണ്, അതായത് ഇന്ന് ജൂൺ 23-ാം തീയതി തിങ്കളാഴ്ചയാണ്, അതായത് ദുൽഹിജ്ജ 26 ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ പരിശുദ്ധമായ തൗബയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് 1446 എന്ന ഹിജറ വർഷം പോകുന്നു, 1447 എന്ന പുതിയൊരു ഹിജറ വർഷം നമ്മളിലേക്ക് വരുന്നു. അപ്പോൾ ഒരു വർഷം പോയി മറ്റൊരു വർഷം വരുന്ന ഈ സമയത്ത് അള്ളാഹുവിലേക്ക് ചെയ്തു പോയ തെറ്റുകൾ, അബദ്ധങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് നമുക്ക് തൗബ ചെയ്ത് ഇനിയൊരു നല്ല ജീവിതം തരണേ എന്ന് നമ്മൾ അള്ളാഹുവിലേക്ക് തേടി പുതിയൊരു വർഷത്തെ നമ്മൾ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. അതുകൊണ്ട് ഇന്ന് തിങ്കളാഴ്ച, ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഈ തൗബ ചെയ്യുന്നത്. നാളെ ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം, ഇത് ഉപയോഗപ്പെടുത്താം, തൗബ ചെല്ലാം. അതുപോലെ മറ്റന്നാൾ ബുധനാഴ്ചയും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം, ആ ദിവസവും നിങ്ങൾക്ക് തൗബ ഇതിൽ നമ്മുടെ കൂടെ ഏറ്റുപറഞ്ഞ് നമുക്ക് തൗബ ചെയ്യാം. വ്യാഴാഴ്ച ദുൽഹിജ്ജ മാസം 29 അന്ന് മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ നമ്മൾ വെള്ളിയാഴ്ച മുഹറം മാസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിലാവ് കണ്ടാലും ഇല്ലെങ്കിലും വ്യാഴാഴ്ചയും നിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഒക്കെയായി ഈ ഒരു പുണ്യമായ ഈ ഒരു ഇന്നത്തെ ക്ലാസ്, ഈ ഒരു വീഡിയോ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. നിങ്ങൾക്ക് ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും തൗബ ചെയ്ത് മടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ, എല്ലാ ദിവസവും നമുക്ക് ആഗ്രഹം ഉണ്ടാവണം, കാരണം ഏത് ദിവസമാണ് നമ്മൾ മരണപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മരണപ്പെടുന്ന ദിവസം അൽഹംദുലില്ലാ നമുക്ക് തൗബ ചെയ്യാൻ പറ്റി, നമുക്ക് തൗബയുടെ വചനങ്ങൾ പറയാൻ പറ്റിയാൽ അത് വലിയ ഖൈറാൻ. അത് ഒറ്റ പ്രാവശ്യം തൗബ ചെയ്തുകൊണ്ടുമായില്ല, നമ്മൾ പലവട്ടം തൗബ ചെയ്യണം. കാരണം ഏത് തൗബയാണ് നമ്മളിൽ നിന്നും സ്വീകരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും അള്ളാഹുലേക്ക് നമ്മൾ തൗബ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ മജ്ലിസ് അൽഹംദുലില്ലാ തൗബയുടെ മജ്ലിസാണ്. തൗബ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പശ്ചാത്താപം എന്നാണ്. നമ്മൾ എന്തിനാ പശ്ചാത്തപിക്കുന്നത്? ഒരു വർഷം നമ്മളിൽ നിന്നും ഇതാ വിട പറയുകയാണ് അല്ലേ? 360 വരുന്ന ദിവസങ്ങളുണ്ട്, അതുപോലെ തന്നെ 12 മാസങ്ങൾ, ഒരുപാട് ആഴ്ചകൾ, ഒരുപാട് ദിവസങ്ങൾ, മണിക്കൂറുകൾ, മിനിറ്റുകൾ, സെക്കൻഡുകൾ അല്ലെ, ഒരുപാട് അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്, ഉറപ്പാണ്. തെറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ തെറ്റ് പറ്റാത്ത
പാപങ്ങൾ ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല, എല്ലാവരും ചെയ്തു പോകും. അത് എത്ര വലിയ ആളാണെങ്കിലും ഒരു പക്ഷേ അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്തു പോവാൻ സാധ്യതയുണ്ട്. പ്രവാചകന്മാരെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ആളുകളൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം പറയുക, അത് തന്നെ ഒരു ചെറിയ തെറ്റാണല്ലോ. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം നമ്മുടെ നാവിൽ, അല്ലെ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ കഴിഞ്ഞു പോകുന്ന ഈ മാസങ്ങളിലും, അതായത് കഴിഞ്ഞ വർഷം മുഹറം മാസം തൊട്ട് ഇന്ന് ദുൽഹിജ്ജ മാസത്തിന്റെ അവസാനത്തെ ദിനങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ നിമിഷം വരെ എത്രയോ തെറ്റാണ്, ചിലപ്പോൾ വൻ പാപങ്ങൾ വരെ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാവാം. മാതാപിതാക്കളെ ഉപദ്രവിക്കുക അത് വൻ പാപമാണ്. മറ്റുള്ളവരെ പറ്റി, പ്രത്യേകിച്ച് നമ്മുടെ അയൽവാസികളിലും നമ്മുടെ കുടുംബക്കാരിലൊക്കെ പല ഉമ്മമാരും പല സഹോദരിമാരും ഉണ്ടാകും. അവരെ പറ്റി പല അപവാദങ്ങളും പറഞ്ഞു പരത്തിയിട്ടുണ്ടാവാം പലരും. അതാണാവട്ടെ പെണ്ണാവട്ടെ, അതും വൻ പാപമാണ്, അല്ലേ? കള്ളുകുടി, അതുപോലെ തന്നെ മോശത്തരം ചെയ്യുക, അതുപോലെ കളവ് പറയുക, ഇങ്ങനെ വലുതും ചെറുതുമായ ഒരുപാട് തെറ്റുകൾ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. അള്ളാഹു നമുക്കെല്ലാം പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ അവസാനത്തെ ഈ ഒരു സമയത്ത് നമ്മൾ അള്ളാഹുലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നു. ഹാജിമാരൊക്കെ നമ്മുടെ നാടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹാജിമാരൊക്കെ അവിടെ തൗബ ചെയ്ത് അവർ പരിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്ത് തീരുമ്പോൾ തന്നെ അവരുടെ എല്ലാ തെറ്റുകളും അള്ളാഹു തആല പുറത്തു കൊടുക്കുകയാണ്. ഓരോ നാട്ടിലേക്കും അവർ വരുമ്പോൾ പാപങ്ങളില്ലാത്തവരായിട്ടാണ് വരിക. അപ്പൊ അവരൊക്കെ നല്ല ശുദ്ധ ഹൃദയരായി നല്ല ശരീരത്തോടെ നല്ല മനസ്സോടുകൂടി വരുമ്പോൾ നമ്മളും ഇൻഷാ അല്ലാഹ്, നമ്മളും ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിലും ഒരു ഹാജിയെ പോലെ നമ്മളും തൗബ ചെയ്ത് നമ്മളും പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയവരായി ഞാനും നിങ്ങളും മാറണം. അതിന് ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് ഉപയോഗപ്പെടണം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് കൂടുതൽ ഒന്നിന് പറയുന്നില്ല, നമുക്ക് നേരെ തൗബയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ തൗബയുടെ ചില വചനങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതൊന്ന് ഏറ്റു പറയാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, അല്ലേ? അല്ലാഹു തആലയെ പറ്റി വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത് ഇന്നല്ലാഹ തവ്വാബുർ റഹീം എന്നാണ്. നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും എന്നോട് പറ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. ഇത്രമാത്രം സ്നേഹത്തോടെ അല്ലാഹു തആല പറയുന്നത്. നമ്മളെപ്പോഴും അല്ലാഹു തആല ശിക്ഷിക്കും, അല്ലാഹു കോപിക്കും, അതൊക്കെയാണ് പലരും എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. അല്ലാഹു തആല എത്ര തെറ്റ് ചെയ്താലും അബദ്ധം ചെയ്താലും തൗബ ചെയ്താൽ അത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. പക്ഷെ നമ്മൾ തൗബ ചെയ്യുന്നില്ല എന്ന് മാത്രം. അല്ലാഹു തആല ഗഫൂറാൻ, തൗവാബാൻ, തൗബ ചെയ്താൽ സ്വീകരിക്കുന്നവരാണ്, കരുണ ചെയ്യുന്നവരാണ്, ഗഫൂറാൻ, അല്ലേ? അല്ലാഹു തആലയിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതാ തൗബ ചെയ്യാൻ പോകുന്നു. നമ്മൾ തൗബയുടെ വചനങ്ങൾ പറയുകയാണ്. ബിസ്മില്ലാഹ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്ന ഒരു വാചകമുണ്ട്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു പറയുന്നു, വിശുദ്ധമായ ഖുർആനിന്റെ ഒരു പുണ്യമായ വചനമാണ്. നബിയേ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, തങ്ങളോട് പറഞ്ഞു കൊടുക്കണം, അതായത് നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ സമുദായത്തോട്, എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണം. എന്ത്? നിങ്ങൾ നിങ്ങളുടെ നഫ്സിനോട്, നിങ്ങളുടെ ശരീരത്തോട് അക്രമം കാണിച്ചവരായിരിക്കും, അല്ലേ? നിങ്ങൾ എത്രയോ തെറ്റുകൾ, ഞാൻ നിങ്ങളൊക്കെ എത്രയോ തെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇത്ര തെറ്റ് ചെയ്താലും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിഞ്ഞു പോകരുത്. അള്ളാഹ് എനിക്ക് പുറത്തു തരൂല, അങ്ങനെ ഒരു ചിന്ത പാടില്ലെന്നാണ്. അങ്ങനെ ഒരു ചിന്ത പാടില്ല. 100 പേരെ കൊലപാതകം ചെയ്ത ആൾക്ക് പോലും അല്ലാഹു തആല തൗബയിലൂടെ അല്ലാഹു തആല പുറത്തു കൊടുത്ത് അയാൾക്ക് സ്വർഗം കൊടുത്തെങ്കിൽ നമ്മൾ അത്ര വലിയ അപരാധമൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ചെയ്ത ചെറിയ ഒരുപാട് തെറ്റുണ്ടാകും, അതൊക്കെ നമുക്ക് ഏറ്റു പറഞ്ഞാൽ നമുക്കും അല്ലാഹു തആല പുറത്തു തരുന്നതാണ്. സൂറത്ത് സുമറിന്റെ 53-ാമത്തെ ആയത്തിലാണ് അല്ലാഹു തആല പറയുന്നത്, നബിയേ, എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്താലും, നിങ്ങളുടെ നഫ്സിനോട് എത്ര അതിക്രമം ചെയ്താലും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിഞ്ഞു പോകരുത്. അല്ലാഹ് എനിക്ക് പുറത്തു തരൂല എന്നുള്ള ചിന്ത പാടില്ല. അത് അള്ളാഹ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. അല്ലാഹ് എനിക്ക് പുറത്തു തരൂല എന്നുള്ളൊരു ചിന്ത ഒരിക്കലും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അല്ലാഹു തആല പൊറുക്കുന്നവനാണ്, ദയാലുവാൻ. ഇങ്ങനെ ഒരുപാടുണ്ട്. നിങ്ങൾ ഇസ്തിഗ്ഫാർ പറയാം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അതും ഒരു ഇസ്തിഗ്ഫാർ, അതൊരു തൗബയുടെ വചനമാണ്, അതും ഒരു തൗബയുടെ വചനമാണ്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് തൗബയിലേക്ക് കിടക്കാം. അതായത് പരിശുദ്ധമായ തൗബ, ആ തൗബ അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ, അല്ലാഹു തആല തൗബ സ്വീകരിക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. 4 നിബന്ധനകളാണ് മഹത്തുക്കൾ പറഞ്ഞു തരുന്നത്. ആ തൗബ ചെയ്യുമ്പോൾ അല്ലാഹു തആല നമ്മുടെ തൗബ സ്വീകരിക്കാനുള്ള നിബന്ധനകൾ മഹത്തുക്കൾ പറയുന്നു. ഉത്തുലൂബ് മതാബൻ ബിന്നദാമത്തി മുഖ്ലിആ
وبعزم ترك الذنب فيما استقبلا وبراءة من كل حق الآدمي ولهذه الأركان فرعا وكملا. തൗബ ചെയ്യുമ്പോൾ ആ മനുഷ്യൻ തൗബ ചെയ്യുന്നതിന് മുമ്പ് 4 നിബന്ധനകൾ പാലിച്ചിരിക്കണം. ഒന്നാമത്തെ നിബന്ധന എന്ന് പറഞ്ഞാൽ മഹത്തുക്കൾ പറഞ്ഞു തരുന്നു, അതിൽ ഒന്നാമത്തേതും പ്രധാനപ്പെട്ടതും ചെയ്തു പോയ തെറ്റുകൾ, അബദ്ധങ്ങൾ, അതിൽ ഖേദമുണ്ടാവണം. മനസ്സറിഞ്ഞ് കണ്ണടച്ചൊന്ന് ചിന്തിച്ചേ, എത്രയോ ഈ വർഷം അല്ലെ ഈ 12 മാസവും എത്രയോ തെറ്റാണ് ഞാൻ റബ്ബേ ചെയ്തത്. ഓരോ ദിവസവും കാണാൻ പാടില്ല എന്ന് നീ പറഞ്ഞ പലതും ഞാൻ കണ്ടു റബ്ബേ. ഹറാം കണ്ടു അല്ലാ, ഹറാം കേട്ടു അല്ലാ, ഹറാം ഞാൻ പറഞ്ഞു അല്ലാ. അല്ലാഹുവേ ഹറാം ചിന്തിച്ചു റബ്ബേ, ഹറാമിലേക്ക് പോയി റബ്ബേ, ഹറാം ചെയ്തു അല്ലാ, ഹറാം പിടിച്ചു അല്ലാ. അല്ലാഹുവേ നീ പുറത്തു തരണേ. നല്ല മനസ്സോടെ ഇപ്പൊ തന്നെ കണ്ണടച്ച് നമ്മൾ പറയണം, ഖേദമുണ്ടാവണം. അല്ലാ ഞാൻ ഇനി ചെയ്യൂല അല്ലാ, കുറച്ചോ ഞാൻ ഇനി അങ്ങോട്ട് പോകൂല അല്ലാ എന്നുള്ള ഭയങ്കരമായ ഖേദം ഒന്നാമതായി നമുക്കുണ്ടാവണം. അപ്പോൾ ചെയ്ത തെറ്റിൽ നിന്നും പൂർണ്ണമായി ഖേദിച്ചു വേണം നമ്മൾ തൗബ ചെയ്യാൻ. രണ്ടാമത്തേത്, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്നും ഒഴിവായി മാറണം. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണമായും ഒഴിവാകണം. അതൊക്കെ നിർത്തിവെക്കണം. എന്ത് ഹറാമാണെങ്കിലും അതൊക്കെ നിർത്തിവെക്കണം. എന്നിട്ട് വേണം തൗബ ചെയ്യാൻ. മൂന്നാമത്തേത്, ഇനി ഞാൻ തെറ്റൊന്നും ചെയ്യൂല അല്ലാ, എല്ലാം അള്ളാന്റെ കയ്യിലാണ്. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ഉറപ്പിക്കണം, ഞാൻ ഇത് തെറ്റൊന്നും ചെയ്യൂല അല്ലാ. പരിശുദ്ധമായ ഒരു ഹിജറ വർഷം 1446 പോകുന്നു. ഒരുപാട് തെറ്റ് സംഭവിച്ചു. ഇനി 1447 ഹിജറ വർഷം വരുന്നു. റബ്ബേ പടച്ചോനെ ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യൂല അല്ലാ എന്ന് നമ്മൾ ഇപ്പോഴേ ഉറപ്പിക്കണം. നാലാമത്തേത്, മനുഷ്യരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഹക്ക് ഇടപാടുകൾ, കടങ്ങൾ കൊടുക്കാനുണ്ട്, കടം വീട്ടാനുണ്ടെങ്കിൽ അത് കടം വീട്ടുക. ഇനി കടം വീട്ടാൻ നമുക്ക് എന്തെങ്കിലും സമയം വേണമെങ്കിൽ അത് അവരോട് വിളിച്ചു പറയുക, ഞാൻ നിങ്ങൾക്ക് പൈസ തരാനുണ്ടെന്ന് എനിക്കറിയാം, ഇത്ര പൈസയല്ലേ, ഇൻഷാ അല്ലാഹ് ഞാൻ തരാം, കുറച്ച് സാവകാശം തരണമെന്ന് നമ്മൾ അവരെ വിളിച്ചു പറയണം. എന്നിട്ട് വേണം തൗബ ചെയ്യാൻ. ഇനി ആരോയെങ്കിലൊക്കെ പറ്റി നമ്മൾ ഗീബത്ത്, നമീമത്ത്, അതായത് മോശത്തരം പറഞ്ഞിട്ടുണ്ട്, പരദൂഷണം പറഞ്ഞിട്ടുണ്ട്, ഏഷന് പറഞ്ഞിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തം ചോദിക്കണം. അവരോട് നമ്മൾ പൊരുത്തം ചോദിക്കണം. ചില ആൾക്കാർക്ക് പൊരുത്തം ചോദിക്കാൻ പറ്റിക്കൊള്ളുന്നു. അപ്പം എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണമെന്ന് ദുആ ചെയ്യണമെന്ന് പോലും മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ ഇടപാടുകൾ ഉണ്ടെങ്കിൽ, മനുഷ്യരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇടപെടലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തിട്ട് വേണം നമ്മൾ തൗബ ചെയ്യാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ തൗബയിലേക്ക് കടന്നാലോ? എല്ലാവരും മനസ്സറിഞ്ഞു പറഞ്ഞോ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഞാൻ പതിയെ പതിയെ പറയാം, നിങ്ങൾ അത് കേട്ട് ആവർത്തിച്ചു പറയുക കേട്ടോ. ഇൻഷാ അല്ലാഹ് തൗബ ചെയ്യുമ്പോൾ വുദു ഉണ്ടായിരിക്കുക നല്ലതാണ്. ഖിബ്ലയിലേക്ക് നമ്മൾ തിരിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ വേറെ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. ഒരു മുറിയിൽ തന്നെ ഇരുന്നിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ തൗബയുടെ വചനങ്ങൾ പറയാം കേട്ടോ. പറയാം. ബിസ്മില്ലാ. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏറ്റു പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അൽ ഖദീം അൽ കരീം അർ റഹീം الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب أستغفر الله من جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا يا أيها الذين آمنوا
തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. ഇത് തൗബയുടെ പ്രധാനപ്പെട്ട വചനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് മലയാളത്തിൽ അള്ളാഹുലേക്ക് ഇപ്പോൾ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം ഇങ്ങനെ ആവർത്തിച്ചു പറയാം. പറഞ്ഞോട്ടെ, എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. അല്ലാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഒറ്റക്കും കൂട്ടായും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് അല്ലാഹ്. അല്ലാഹുവേ, വൻദോഷങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, ചെറുദോഷങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. എല്ലാം നീ വിട്ടുപുറത്ത് ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇനി ഞങ്ങൾ തെറ്റിലേക്ക് മടങ്ങില്ല അല്ലാഹ്. പുതിയ ഒരു വർഷം അല്ലാഹുവേ ഞങ്ങളിലേക്ക് വരികയാൻ, ഒരു വർഷം ഞങ്ങളിൽ നിന്നും വിട പറയുകയാൻ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ തെറ്റുകളെല്ലാം പൊരുത്തപ്പെട്ട് സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഉന്നതമായ സ്ഥാനം നൽകണേ അല്ലാഹ്. ഇനി പറഞ്ഞോ, കൂട്ടത്തിൽ പറഞ്ഞോ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ രക്ഷിതാവേ അല്ലാഹുവേ, ഒരുപാട് കുറ്റങ്ങളും ഒരുപാട് കുറവുകളും ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. ഞങ്ങൾ പാപികളാണ് അല്ലാഹ്. ഞങ്ങളുടെ നഫ്സിനോട്, ഞങ്ങളുടെ ശരീരത്തോട് അല്ലാഹുവേ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ് അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത തെറ്റുകൾ നീ പൊറുത്തു തന്നില്ല എങ്കിൽ അല്ലാഹുവേ ഞങ്ങൾ എല്ലാവരും പരാജിതരിൽ പെട്ടുപോകും അല്ലാഹ്. പറഞ്ഞോ, കൂട്ടത്തിൽ പറഞ്ഞോ. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ തൗബയെ നീ കബൂൽ ചെയ്തിട്ട് പിന്നീട് അത് വിട്ട് ഞങ്ങൾ വീണ്ടും തെറ്റിലേക്ക് പോകുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബിനെ നീ തെറ്റിലേക്ക് കൊണ്ടുപോവല്ലേ അല്ലാഹ്. അല്ലാഹുവേ, നീ എല്ലാവിധത്തിലും ഓശാരമായി ഞങ്ങൾക്ക് നിന്റെ കരുണ തരണേ അല്ലാഹ്. ഇനി മുഅ്മിനീങ്ങളെ, നമ്മൾ എല്ലാവരും ഒന്നിച്ചു പറയുന്നു ഒരു പുണ്യമായ ഒരു ദിക്ർ. ഈ ദിക്ർ നമുക്ക് തൗബയുടെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ആവർത്തി മഹത്തുക്കളായ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറയാം. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അലൈഹാ നഹ്യാ വഅലൈഹാ നമൂതു വഅലൈഹാ നുബ്അതു ഇൻഷാ അല്ലാഹ്. ഇത് പുണ്യമായ ഒരു തൗബയുടെ വചനമാണ്. ഇനി തൗബയുടെ വചനങ്ങൾ ചിലതുണ്ട്, അത് ഇസ്തിഗ്ഫാറിന്റെ വചനം കൂടിയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ, എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. ഇനി ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്
യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാ, നമ്മുടെ തൗബയെ സ്വീകരിക്കുമാറാവട്ടെ. ഇത് ഒറ്റ പ്രാവശ്യമല്ല, ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആവർത്തിച്ച് ഈ തൗബയുടെ വചനങ്ങളൊക്കെ കേട്ട് ഒന്നിച്ച് ചൊല്ലാം. നിങ്ങൾക്ക് ഒറ്റക്കായി ചൊല്ലാം. ഇത് കാണാതെ തന്നെ പറയണമെന്നില്ല, കണ്ടും നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ തൗബയെ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അവസാനം ചെറിയൊരു ദുആ ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ ഈ ഒരു പുണ്യമായ ദുൽഹിജ്ജ മാസം അല്ലാഹു തആല വിട പറയുമ്പോൾ എല്ലാ തെറ്റുകളും പൊരുത്തപ്പെട്ടവരായി അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായി അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. വരുന്ന മുഹറം മാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കുവാനും അതിനൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യാനും അള്ളാഹു തആല നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലേ, എത്രയോ തെറ്റുകൾ ചെയ്ത ആളുകൾക്കും അള്ളാഹു തആല പുറത്തു കൊടുക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഓതിയ ഒരു ആയത്തുണ്ടല്ലോ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ എന്ന ആയത്തുണ്ട്. ഈ ആയത്ത് ഓതുമ്പോൾ ഉസ്താദുമാരൊക്കെ പറഞ്ഞു തരുന്ന ചെറിയൊരു സംഭവമുണ്ട്. അതായത് നാളെ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞ് ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ അല്ലേ, ഒരുപാട് ആളുകൾ അല്ലാഹു തആല സ്വർഗത്തിലേക്കും ഒരുപാട് ആളുകൾ അല്ലാഹു തആല നരകത്തിലേക്കും വിടുമെന്നാണ്. അല്ലാഹു തആല നമ്മളെയൊക്കെ സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ഈ നരകത്തിലേക്ക് പോകുന്ന കുറേ ആളുകളുണ്ട്. അതിൽപ്പെട്ട രണ്ട് മനുഷ്യരോട് അല്ലാഹു തആല പറയും, നിങ്ങൾ നന്മയൊന്നുമില്ല, തിന്മ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നരകത്തിലേക്ക് പോടാ എന്നിങ്ങനെ അല്ലാഹു തആല പറയും. മലക്കുകൾ ഇങ്ങനെ അവരെ നരകത്തിലേക്ക് ഇങ്ങനെ തെളിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അതിൽപ്പെട്ട ഒരാൾ, ആ രണ്ടുപേരും ഒരാൾ ഭയങ്കര സ്പീഡിൽ ഓടുകയാണ്. ഓടി നരകത്തിലേക്ക് പോയി ഇങ്ങനെ ചാടാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ അല്ലാഹു തആല ചോദിക്കും, എന്താണ് ഇത്ര വേഗത, എന്തിനാണ് ഇത്ര വേഗത കാണിക്കുന്നത്? സ്വർഗത്തിലേക്കല്ലല്ലോ പോകാൻ പറയുന്നത്, നരകത്തിലേക്കല്ല, എന്താണ് നരകത്തിൽ ഇങ്ങനെ വേഗത്തിൽ ഓടിപ്പോകുന്നത് എന്താ? ആ സമയത്ത് ആ മനുഷ്യൻ പറയും, പടച്ചോനെ, ഞാൻ ദുന്യാവിൽ ജീവിച്ചപ്പോൾ നീ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നിസ്കരിക്കണമെന്ന് പറഞ്ഞു, നോമ്പ് പിടിക്കണമെന്ന് പറഞ്ഞു, ഖുർആൻ ഓതാൻ പറഞ്ഞു, മറ്റുള്ളവരോട് നല്ല രൂപത്തിൽ പെരുമാറാൻ പറഞ്ഞു, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടും റബ്ബേ എനിക്കതൊന്നും നിർവഹിക്കാൻ സാധിച്ചില്ല അല്ലാ. ഞാനതൊക്കെ പിന്തിരിപ്പിച്ച് കളഞ്ഞു, ഞാനൊന്നും ചെയ്തില്ല അല്ലാ. പക്ഷെ നീ ഇപ്പോൾ പറഞ്ഞ വാക്കുണ്ടല്ലോ, നരകത്തിലേക്ക് പോവാൻ. അപ്പം ഈ സമയത്ത് നിന്റെ ഈ ഒരു കൽപ്പനയെങ്കിലും എനിക്ക് വേഗത്തിൽ നിർവഹിക്കണം, അതുകൊണ്ടാണല്ലാ ഞാൻ നരകത്തിലേക്ക് ഓടി പോകുന്നതെന്ന് ആ മനുഷ്യൻ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, മലക്കുകളെ, എൻ്റെ അടിമയെ എൻ്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് കടത്താൻ അല്ലാഹു തആല മലക്കുകളോട് പറയുമെന്നാണ്. രണ്ടാമത്തെ മനുഷ്യൻ, അവനോടും അല്ലാഹു തആല നരകത്തിലേക്ക് പോകാൻ പറയുമ്പോൾ അവനും പോകും നരകത്തിലേക്ക്. എങ്ങനെ? പതിയെ പോകുന്നു. ഇടയ്ക്കിങ്ങനെ അള്ളാഹിൻ്റെ ദർബാറിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കി പോകുന്ന സമയത്ത് അള്ളാഹ് ചോദിക്കും, എന്താ നോക്കുന്നത്? അതൊക്കെ ദുന്യാവിൽ വെച്ച് നോക്കണമായിരുന്നു, ദുന്യാവിൽ വെച്ച് നീ ഇബാദത്ത് ചെയ്യണമായിരുന്നു, അവിടെ വെറും അഹങ്കാരിയും ധിക്കാരിയുമായിട്ട് നീ കഴിഞ്ഞല്ലോ, നരകത്തിലേക്ക് പോടാ എന്നിങ്ങനെ പറയുമ്പോൾ ആ മനുഷ്യൻ അവിടെ വെച്ച് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് അള്ളാഹിനോട് പറയുന്നൊരു വാക്കുണ്ട്, റബ്ബേ, നിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു വാക്കുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. എത്ര തെറ്റ് ചെയ്താലും അള്ളാഹിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആശ മുറിഞ്ഞു പോകരുത്. ആ ആയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് റബ്ബേ. ഈ സമയത്ത് നിന്റെ കരുണ വിശാലമാണല്ലോ, ഈ സമയത്ത് നിന്റെ കരുണ കൊണ്ട് എന്നെ സ്വർഗത്തിൽ കടത്തും എന്ന് ഞാൻ പ്രതീക്ഷയോടെ, കടത്തുമായിരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഇങ്ങനെ നോക്കിയതാണ്. ആ സമയത്തും അള്ളാഹ് പറയും, അയാളെയും എൻ്റെ റഹ്മത്ത് കൊണ്ട് മലക്കുകളെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോ എന്ന് അള്ളാഹു പറയുമെന്നാണ്. ഇത് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്ന ഒരു സുന്ദരമായ ഒരു സംഭവമാണ്. അല്ലാഹു തആല നരകം കണ്ണുകൊണ്ട് പോലും കാണാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഭാഗ്യവാന്മാരെ, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ വാപ്പ, ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, സഹോദരിമാർ, സഹോദരങ്ങൾ, അയൽവാസികൾ, ബന്ധുമിത്രാദികൾ ആരൊക്കെയുണ്ടോ എല്ലാവർക്കും അല്ലാഹു തആല സ്വർഗത്തിൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചെറിയൊരു ദുആ ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ ഇപ്പോൾ ചെയ്ത തൗബ സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ വലിയ റാഹത്തും സന്തോഷവും നമുക്ക് നൽകട്ടെ. ആമീൻ. എല്ലാവരും ദുആക്ക് ആമീൻ പറഞ്ഞു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ, ഞങ്ങൾ പറയുന്ന ഈ കാര്യങ്ങൾ, ഞങ്ങളുടെ ക്ലാസ് ഒരുപാട് ആളുകൾ, ഉമ്മമാർ, ഉപ്പമാരെ കേൾക്കുന്നവരാണ്, അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറാകുന്നവരാണ്. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ കബൂൽ ചെയ്യണേ. അല്ലാഹുവേ, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി റബ്ബേ, ഈ വർഷത്തിൽ എല്ലാം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ തൗബ ചെയ്തിരിക്കുന്നു. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ. അല്ലാഹുവേ,
കബൂലാക്കണേ അല്ലാ. ഇനി തെറ്റ് ചെയ്യില്ല അല്ലാ, ഇത് ഞങ്ങളുടെ തൗബയാണ് അല്ലാ, സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവെ പടച്ചവനെ, ഇനി വരുന്ന വർഷം ഞങ്ങൾക്ക് ഖൈറിന്റെ ബറക്കത്തിന്റെ വർഷമാക്കണേ അല്ലാ. അല്ലാഹുവെ തെറ്റുകൾ ചെയ്യാതെ നല്ലൊരു ജീവിതം നൽകണേ അല്ലാ. നിസ്കാരം കൃത്യമാക്കാൻ, വിശുദ്ധമായ ഖുർആൻ ഞങ്ങൾക്ക് ഓതാൻ അല്ലാഹുവെ പടച്ചവനെ ഞങ്ങളുടെ ഉമ്മമാരോട് സഹോദരിമാരോട് നീ പറഞ്ഞിട്ടുണ്ടല്ലോ തലമറച്ച് നടക്കാൻ. അല്ലാഹു ഞങ്ങൾക്കും അല്ലാഹു ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളുടെ പെൺമക്കൾ എല്ലാവർക്കും അല്ലാഹുവെ നിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. തലമറച്ച് അല്ലാഹുവേ ഔറത്തൊന്നും കാണിക്കാതെ നല്ല രൂപത്തിൽ അവർക്ക് നിസ്കാരങ്ങളൊക്കെ കൃത്യമാക്കി ദീനിന്റെ വിധിവിലക്കുകൾ സ്വീകരിച്ച് അംഗീകരിച്ച് ആ നല്ല രൂപത്തിൽ ജീവിക്കാൻ ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. അവരെ നീ ഇനി വേദനിപ്പിക്കല്ല റബ്ബേ. അവർക്ക് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ തിന്നവരാൻ റബ്ബേ. ഞങ്ങളുടെ വാപ്പമാരെ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്കും നിസ്കാരം കൃത്യമാക്കാൻ, ഞങ്ങളുടെ സഹോദരന്മാർ ഞങ്ങൾക്കും നിസ്കാരമൊക്കെ കൃത്യമാക്കി അല്ലാഹു നിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. തെറ്റുകളില്ലാത്ത നല്ലൊരു ജീവിതം തരണേ അല്ലാ. റഹ്മാനെ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാറുണ്ട്. ഞങ്ങളുടെ മനസ്സിന്റെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റിത്തരണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ കച്ചവടം ബിസിനസ് എല്ലാം നീ റാഹത്തിലും ഖൈറിലുമാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. മക്കളിൽ സന്തോഷം കൊടുക്കണേ അല്ലാ. മക്കളുടെ സന്തോഷം ഞങ്ങളുടെ സന്തോഷമാക്കണേ അല്ലാ. അല്ലാഹുവെ പടച്ചവനെ, മക്കളുടെ ആ ഉയർച്ചയും വളർച്ചയും കണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളൊക്കെ വയസ്സാകുമ്പോൾ ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റണേ അല്ലാ. എല്ലാത്തിനും ഉപരിയായി മരിക്കുന്ന സമയത്ത് അല്ലാഹുവേ നിന്റെ സ്വർഗം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. നാളെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. നാളെ ഇൻഷാ അല്ലാഹ് മുഹറം മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേൾക്കുന്നവരാണ് നിങ്ങളൊക്കെ. മറ്റുള്ളവർക്ക് ഇതൊക്കെ എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇന്ന് കാണാം, നാളെ കാണാം, മറ്റന്നാൾ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവർത്തിച്ച് കാണാം. നമ്മുടെ ദുആയുണ്ട്, നമ്മുടെ തൗബയുണ്ട്, എല്ലാം അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.